ഇന്നിപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഗരുഡ ട്രക്സിന്റെ പുതിയ വണ്ടികൾ കാണിക്കാനും പുതിയ വണ്ടികൾ പരിചയപ്പെടുത്താനും വേണ്ടി വന്നിരിക്കുക. ഇപ്പോ നമ്മുടെ കണ്ടമാനം പുതിയ പുതിയ മോഡൽ പുതിയ വെറൈറ്റി വണ്ടികൾ പുതിയത് കുറെ എണ്ണം വന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇപ്പൊ കെടുക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ 1-2 വണ്ടികളാണ് ഇവിടെ ഷെഡിൽ കെടുക്കുന്നത്. ബാക്കി വണ്ടികൾ നമുക്ക് കംപ്ലീറ്റ് വർക്ക്ഷോപ്പിൽ സർവീസ് സ്റ്റേഷനിൽ ബോഡി വർക്ക്ഷോപ്പിലൊക്കെ ആയിട്ട് കെടുക്കുന്ന എല്ലാ വണ്ടികളും കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ വന്നിക്കണ വണ്ടികളല്ലേ, ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈലൻഡിന്റെ 2016 മോഡൽ വണ്ടിയാണ്. 2016 മോഡല് തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടി. 1,62,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിക്കണം. ഇത് ലൈനിൽ ഓടിക്കണ വണ്ടിയല്ല, ഇതൊരു കമ്പനിയുടെ പേരിൽ കിടന്നിരുന്ന വണ്ടിയാ. അപ്പൊ അത് കാരണം കൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്പനി ഓട്ടങ്ങൾ ഓടിക്കണ കാരണം കൊണ്ട് വണ്ടി ആകെ 1,60 ഓടിയിട്ടുള്ളൂ. പിന്നെ CF അടുത്ത കൊല്ലം വരുന്നുണ്ട്. ടെസ്റ്റ് ഇൻഷുറൻസ് ഈ കൊല്ലം ലാസ്റ്റ് പറഞ്ഞത്. ടയർ ഫ്രണ്ട് 2 ടയർ പുതിയതുണ്ട്, ബാക്ക് 4 ടയർ ഫസ്റ്റ് കേസ് റിസോളാ. അപ്പോ ഇവിടുത്തെ റിസോർട്ടിംഗ് ടയർ 2 കുഴപ്പമില്ല, നല്ല റിസോർട്ടിംഗ് ടയർ. അപ്പുറത്ത് 2 ചെയ്തിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു ടയർ എയർ പിടിച്ചേർന്ന ടയറാ. അത് നമുക്കൊന്നില്ലെങ്കിൽ മാറ്റി തരേ അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് ചെയ്തു തരാം. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാ. ഇതാവുമ്പോ നമുക്ക് 15,75,000 രൂപയ്ക്ക് തരാം. പിന്നെ ഈ വണ്ടികളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിരിക്കുന്ന വണ്ടി ഇപ്പൊ ഒരു വെറൈറ്റി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന വണ്ടിക്ക് ഇത് 2022 ഡിസംബർ 23 രജിസ്ട്രേഷൻ ടാറ്റയുടെ T7 എന്ന് പറഞ്ഞ വണ്ടിയാ. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി പാർട്ടി കണ്ടിട്ടില്ല, വെറുതെ നമ്മൾ വീഡിയോ വാട്സപ്പ് അയച്ചു കൊടുത്തിട്ട് കണ്ണൂരുള്ള പാർട്ടി, അതായത് കണ്ണൂരുള്ള പാർട്ടി ഈ വണ്ടി മേടിച്ചിരിക്കുക. നമ്മുടെ വണ്ടിയുടെ വാല്യുവേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. ഫിനാൻസ് കാര്യങ്ങൾ ഇപ്പൊ നാളെ വരെ ഒപ്പിട്ട് കഴിഞ്ഞാൽ വണ്ടി തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിട്ട് വണ്ടി ഇവിടുന്ന് ഡ്രൈവറിൽ കൊടുത്തുവിടും. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ വേറൊരു വെറൈറ്റി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് 2016 മോഡല് 10 വീല് കണ്ടെയ്നറാ. ഇതൊന്നും ഒരു ഡീലറേലും ഒരാളേലും ഉണ്ടാവില്ല. 2016 മോഡല് 10 വീല് കണ്ടെയ്നർ, അതായത് 9.5 അടി ഹൈറ്റ് ഉള്ള വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാ, സിംഗിൾ ഓണർ വണ്ടി, പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, എല്ലാം പുതിയ പേപ്പറാ. 2, 4, 6 ടയർ വണ്ടിയുമ്പോ പുതിയതുണ്ട്, ബാക്കി റിസോർട്ടിംഗ് ടയർ. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടി. ഇത് കർണാടക രജിസ്ട്രേഷനിലാണ് വണ്ടി കെടുക്കണേ. ഇത് നമുക്കൊരു ആവശ്യക്കാരുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ അഡ്രസ്സിൽ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് കർണാടക അഡ്രസ്സിൽ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് പാർട്ടിയുടെ പേരിലേക്ക് മാറി കൊടുക്കാൻ പറ്റും. ഫിനാൻസ് വേണമെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതുമ്പോ ഫുൾ എമൗണ്ട് ഫൈനാൻസ് കയറും. നമുക്ക് ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 18 ലക്ഷമാണ് നമ്മൾ ചോദിക്കണേ. പിന്നെ നമുക്ക് നേരിട്ട് പാർട്ടി വരാൻ ചെന്നൈയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 10 വീല് 34 അടി കണ്ടെയ്നർ, സിംഗിൾ ഓണർ വണ്ടി. ഇതിന്റെ ഇന്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നല്ല ക്വാളിറ്റി. ഇപ്പൊ കർണാടക രജിസ്ട്രേഷനിലൊക്കെ വരുമ്പോ ആൾക്കാർ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കർണാടക സ്റ്റൈലിൽ കൊണ്ടു നടന്ന വണ്ടി അലമ്പാക്കി ഉണ്ടാവുന്നു. അങ്ങനെയൊന്നല്ല, വണ്ടി നമ്മുടെ മലയാളികളുടെ തന്നെ വണ്ടിയാ, നല്ല ക്വാളിറ്റി വണ്ടിയാ, ഒരു കമ്പനിക്കാരുടെ വണ്ടി. അത് കാരണം കൊണ്ട് വണ്ടിക്ക് അതിൻ്റെതായ ക്വാളിറ്റിയിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാ. ഇനി നമുക്കേ ഇവിടൊക്കെ എടുക്കുന്ന വണ്ടികൾ ഒരുവിധമൊക്കെ നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഉണ്ടായിരുന്ന വണ്ടികളാ. ഇനി നിങ്ങൾക്ക് ഒരു വണ്ടി ഇവിടെ ഇല്ലാത്തത് കാണിച്ചു തരാം. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 മോഡല് മസ്ത. ആന്റണി ആ വീഡിയോ 2017 മോഡല് മസ്ത 4 വീല് വണ്ടി. ലൈറ്റില് ഒരു മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ടാങ്ക് ഉണ്ടാക്കണ കമ്പനിക്കാരുടെ വണ്ടിയാ, സിംഗിൾ ഓണർ വണ്ടി. ഫുള്ള് കണ്ടോ അതിന്റെ പെട്ടിയുടെ വീതിയൊക്കെ നല്ല വീതിയുള്ള വണ്ടിയാ. പെട്ടിയുടെ ഒരു തൊട്ടോ മുട്ടോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാ. അതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ കാണിച്ചിട്ട് പ്ലാറ്റ്ഫോം ഒക്കെ നല്ല പുത്തൻ പ്ലാറ്റ്ഫോം നിൽക്കണമായിട്ട് നിൽക്കണം. 4 വീല് വണ്ടി, സിംഗിൾ ഓണർ. ഇതൊക്കെ ആകുമ്പോ നമുക്ക് ഒരു 8,000 രൂപയാണ് ചോദ്യം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വില പറയുന്നതൊന്നും നോക്കണ്ട, കാരണം കച്ചവടം തീരെ ഇല്ല. അപ്പൊ അത് കാരണം കൊണ്ട് വില ഭാഗം ഒരു വിഷയമില്ല. നമുക്ക് പാർട്ടി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു കൊടുക്കാം. അതാണ് വണ്ടി ഇവിടെ ഇപ്പൊ എടുക്കുന്ന വണ്ടിയാണ്. ഇനി നമ്മുടെ ഭാരത് ബെൻസ് 14 അടി ഹൈടെക് ബോഡി, അൾട്ര 14 അടി ഹൈടെക് ബോഡി, ജയോ 14 അടി കണ്ടെയ്നർ, പിന്നെ ഐഷറിന്റെ 30 അങ്ങനെ കുറെ വണ്ടികൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വർക്ക്ഷോപ്പുകളിലും അതേമാതിരി ഇവിടേക്ക് എടുക്കുന്ന ജസ്റ്റ് വണ്ടികളുടെ വീഡിയോസ് നമുക്ക് ഇന്ന് കാണാം.
ബാക്കി വണ്ടികൾ ഫുള്ള് പണിത് വന്നതിന് ശേഷം രണ്ടാമത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമുക്ക് വണ്ടികൾ കംപ്ലീറ്റ് കാണാം കേട്ടോ. അപ്പൊ ഈ വർക്ക്ഷോപ്പുകളില് നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് വരാം. വർക്ക്ഷോപ്പിൽ പോയതിനു ശേഷം വണ്ടികൾ കാണാം. ഇന്നിപ്പോ ഇപ്പൊ കാറിൽ കയറി വണ്ടികൾ കാണാൻ വേണ്ടി പോവാ. നമ്മുടെ വർക്ക്ഷോപ്പുകളിലേക്ക് പോവാ. കാരണം കുറെ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇതൊന്നും വെറുതെ നമ്മളങ്ങനെ ഷോറൂമിൽ നമ്മൾ കയറ്റിയിടില്ല. അതൊക്കെ വന്നു കഴിഞ്ഞാൽ സർവീസിങ് കഴിഞ്ഞ് അതിന്റെ പോരായ്മകൾ കംപ്ലീറ്റ് തീർത്ത് പാച്ച് വർക്ക് തീർത്ത് പെയിന്റിങ് കഴിച്ച് അതിന്റെ എല്ലാ പരിപാടികളും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ. അപ്പോ എനിക്കിപ്പോ ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മുടെ 2023 മോഡല് ടാറ്റയുടെ 1616 എന്ന് പറഞ്ഞ സെഗ്മെന്റ്, പിന്നെ 2023 മോഡല് ടാറ്റയുടെ ഐഷറിന്റെ 2110, പിന്നെ ടാറ്റയുടെ 1816, ഇങ്ങനെയൊക്കെ പുതിയ കുറെ വണ്ടികൾ വന്നിട്ടുണ്ട്. ഒക്കെ 2023, 24 രജിസ്ട്രേഷൻ വണ്ടികളാണ് നമ്മുടെ വന്നേക്കണേ. അപ്പൊ ഇതിന്റെയൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17, 18 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. പുതിയ വണ്ടി എടുക്കുമ്പോ 24 ലക്ഷം, 24.5 ലക്ഷം രൂപ വില വരുന്ന വണ്ടികളാ. ആൾക്കാര് ഫസ്റ്റ് നമ്മുടെ വന്ന് നോക്കിയിട്ട് പോയി പുതിയ വണ്ടി എടുക്കുമ്പോ ഫുൾ ഓണും കിട്ടും, പിന്നെ കുറച്ച് പൈസ ഇങ്ങോട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ എക്സിക്യൂട്ടീവ്സ് ചാടിച്ചിട്ടാണ് ഇവര് പോയി ഈ വണ്ടികൾ എടുക്കണേ. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു വണ്ടിക്ക് 55,000, 60,000 ഒക്കെ EMI വന്നതിന്റെ പേരില് ഇപ്പോഴത്തെ ഓട്ടത്തിന്റെ കാരണം വെച്ചിട്ട് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വണ്ടികൾ കംപ്ലീറ്റ് വിറ്റക്കണേന്ന്. അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ഇപ്പൊ എന്റെ തന്നെ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ആരെന്ന് എടുക്കാൻ വെച്ചാലും ലോ കിലോമീറ്റർ ഓടിക്കണ വണ്ടികള്, മോഡല് കൂടിയ വണ്ടികളൊക്കെ സെക്കൻഡ്സിൽ ഇഷ്ടംമാതിരി കിട്ടാനുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മേടിക്കുക എല്ലാരും. അപ്പൊ അതിനുള്ളൊരു ഗുണം നമുക്ക് ഉണ്ടാവും. കാരണം എങ്ങനെ പോയാലും ഒരു പുതിയ വണ്ടീനേക്കാളും വിട്ട് ഈ 10, 45, 50 ഓടിയ വണ്ടികൾ 8 ലക്ഷം രൂപ കുറച്ച് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ വന്നേക്കണ 1616 2023 മോഡൽ വണ്ടി 51,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഫുൾ പേപ്പർ പുതിയത്, ഇൻഷുറൻസ് പുതിയത്, ടെസ്റ്റ് പിന്നെ 2023 ആകുമ്പോൾ ഓൾറെഡി 2025 വരുള്ളൂ. അപ്പൊ ടാക്സ് ഫുള്ള് പുതിയത്, എല്ലാം പുതിയതായി നിൽക്കണ വണ്ടിയാ. ആ വണ്ടിയൊക്കെ നമുക്ക് 17,400 രൂപ റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ പാർട്ടി കറക്റ്റ് ജെന്യൂൻ ആയിട്ട് വരിക വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ലോൺ വേണ്ടവർക്ക് വെച്ചാൽ ട്രാക്കുള്ള പാർട്ടിക്ക് വെച്ചാൽ നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാം. പരമാവധി പിന്നെ വലിയൊരു മാറ്റം വരില്ല. 8 ലക്ഷം രൂപയുടെ EMI മാറാന്ന് പറഞ്ഞ 24,000 രൂപ നമുക്കൊരു EMI മാറ്റം വരും. 8 ലക്ഷം രൂപയ്ക്ക് 24,000 രൂപ കുറച്ചടച്ചാൽ മതി. അത് വലിയൊരു EMI മാറ്റല്ലേ. അപ്പൊ എടുക്കണ പാർട്ടികൾക്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മെച്ചപ്പെട്ട് ഓടാൻ പറ്റുള്ളൂ. പിന്നെ ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ഫുൾ എമൗണ്ട് ലോണും കിട്ടും വണ്ടിയുമ്പോ. പിന്നെ ഫുൾ എമൗണ്ട് ലോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രാക്ക് വേണം കേട്ടോ. സിബിലോ കാര്യങ്ങളോ ഉള്ള പാർട്ടികൾക്കോ അല്ലെങ്കിൽ ട്രാക്ക് ഇല്ലാത്ത പാർട്ടികൾക്കോ ഈ പറഞ്ഞ ഫുൾ എമൗണ്ട് ലോൺ കിട്ടില്ല. ട്രാക്ക് ഇല്ലെങ്കിലും നല്ല സിബിൽ സ്കോർ ഉള്ള പാർട്ടി കഴിഞ്ഞാൽ പിന്നെയും ബാങ്ക് ചെയ്യുന്നു. ഇത് ട്രാക്കും ഇല്ല സിബിൽ സ്കോറും ഇല്ലാത്തവര് വന്നിട്ട് ചേട്ടൻ എന്ന വീഡിയോയില് പറഞ്ഞല്ലോ ഫുൾ എമൗണ്ട് ലോൺ ഇട്ടാന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞതിൽ അർത്ഥമില്ല. അപ്പൊ അതൊക്കെയാണ് നമുക്ക് എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ. നല്ല രീതിയിൽ വണ്ടികൾ ഉപയോഗിക്കുക, നല്ല രീതിയിൽ പുതിയ പുതിയ വണ്ടികൾ എടുക്കുക, നല്ല രീതിയിൽ ഓടിക്കുക. എത്രയും പെട്ടെന്ന് നമുക്കൊരു വണ്ടി, ഒരു പാർട്ടി നമ്മളെ നിന്ന് മേടിച്ചിട്ട് രണ്ടാമതൊരു വണ്ടിക്ക് വരുമ്പോഴാണ് നമുക്കൊരു ഡീലർ എന്ന നിലയ്ക്ക് നമുക്ക് സന്തോഷം. അല്ലാണ്ട് ഒരു വണ്ടി മേടിച്ചിട്ട് ചേട്ടാ ഒരു 3 മാസം കഴിയുമ്പോ എന്നെ കൊണ്ട് പറ്റുന്ന ആ വണ്ടി തിരിച്ചെടുക്കുന്ന പറയുമ്പോ ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമം ഭയങ്കര തന്നെയാണ്. അത് നല്ലൊരു ഡീലർക്ക് അത് വിഷമം തന്നെയാണ്. പിന്നെ എല്ലാതും ആ ഒരു കഴുകങ്ങളോടെ കാണുന്ന ആൾക്കാരുകൾക്ക് അത് നല്ലതാണ്. കാരണം തിരിച്ചു വീണ്ടും വണ്ടി കിട്ടല്ലേ. അപ്പോ നമ്മള് ബിസിനസ്സുകാർ തന്നെയാണ്, നമ്മൾ കാശിറക്കിയ ലാഭം വേണം, അതൊക്കെ ശരി. പക്ഷെ എന്നാലും എല്ലാത്തിനും ഉപരി ഒരു മാനസിക പരിഗണന ഉണ്ടല്ലോ. കാരണം വണ്ടി എടുത്തോടത്ത് നശിക്കുന്നതും വണ്ടി എടുത്തോടത്ത് നന്നാവുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. നല്ല നല്ല വണ്ടികൾ എടുക്കുക. എല്ലാവർക്കും എന്റെ നമ്പർ അതിന്റെ അടിയിൽ കൊടുക്കും. ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ, നമ്മൾ സർവീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കണ വണ്ടി സർവീസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ വന്നേക്കണ വണ്ടിയാ. ഇത് 2022 മോഡല് മസ്തയുടെ സർഫസ് എന്ന് പറഞ്ഞ മോഡല് GS എന്ന് പറഞ്ഞ വണ്ടിയാ. ഇത് 17 അടി നീളം വണ്ടി. സിംഗിൾ വീലില് 17 അടി. വളരെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് 2021 ലാസ്റ്റിലൊക്കെ ലോഞ്ച് ചെയ്തേക്കണം. ഇത് 2022 മോഡല് 17 അടി നീളം എയർ ബ്രേക്ക് വണ്ടിയാ. മസ്തയുടെ പവർ സ്റ്റിയറിംഗ് എയർ ബ്രേക്ക് ആയിട്ട് വരുന്ന വണ്ടിയാ. പിന്നെ
ഈ കാണുന്ന നോക്കണ്ട, വണ്ടി ഇങ്ങനെ ഓടി വന്ന് നിന്നിട്ടുള്ളൂ. ഈ വണ്ടികൾ കംപ്ലീറ്റ് നമ്മള് ഫുള്ളായിട്ട് പണിയും. അതായത് ഇത് ഹൈടെക് ബോഡിയാ, അല്ലാണ്ട് കവറിങ് ബോഡി അല്ല. ഈ ഹൈടെക്കിന്റെ മുകളില് അവര് ഇത് ചെയ്തേക്കുക, പായിട്ടേക്കുക. അതൊക്കെ മാറ്റിക്കളഞ്ഞ് നമ്മള് വണ്ടി നല്ല രീതിയിൽ ഫുള്ള് പെയിന്റിങ് കഴിച്ച് ഹൈടെക് ബോഡി നല്ല ക്ലീൻ ആക്കി എല്ലാം റെഡി ആക്കി തരുന്നത്. ഇതാകുമ്പോ ഫുൾ എമൗണ്ട് ലോണും കിട്ടൂട്ടോ. നിങ്ങൾക്ക് ഫുള്ള് പണത് ക്ലിയർ ആക്കി തരാൻ വേണ്ടി. നല്ല വണ്ടിയാ, നല്ല ക്വാളിറ്റി വണ്ടിയാ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തരാം. പക്ഷെ ഇത് ബുക്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബുക്കില് ഹൈടെക്കാ, അല്ലാണ്ട് ക്ലോസ്ഡ് അല്ല. ഇത് പാർസലുകാര് ഓടിയിരുന്നതാ. അപ്പൊ ഈ ഡോറ് നമ്മള് ഹൈടെക് ഈ പായം ഊരി കളഞ്ഞ് എന്നിട്ട് ബാക്ക് ഡോറ് മാറ്റി ഒറിജിനൽ ഡോറ് വെച്ച് കാര്യങ്ങൾ ചെയ്തു തരാം. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി, ഫുൾ എമൗണ്ട് ലോൺ വരും. 17 അടി മസ്ത TS സിംഗിൾ വീല് എയർ ബ്രേക്ക് 2022 മോഡൽ വണ്ടി. ഇത് ഫുള്ള് പണി കഴിച്ചിട്ട് നമുക്കൊരു 12.5 ലക്ഷം രൂപ തരാം. ഇപ്പൊ ഈ വർക്ക്ഷോപ്പിൽ എടുക്കുന്ന ജയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 6 വീലില് 14 അടി നീട്ടം 14 അടി 8 അടി ഹൈറ്റ് ഉള്ള കണ്ടെയ്നർ ബോഡി വണ്ടിയാ. ഇങ്ങനെയൊക്കെ എടുക്കണ കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ഈ വണ്ടികൾ വന്നു കഴിഞ്ഞാല് ഫുൾ അഴിച്ചിട്ട്, അതായത് ഒരു ഭാഗം പോലും നമ്മൾ പണിയാത്തപ്പോ മെക്കാനിക് മെയിൻ്റെനൻസ്, അതുമാതിരി പാച്ച് വർക്ക്, പെയിന്റിങ്, ഇന്റീരിയർ വാഷ്, ഇലക്ട്രിക് വർക്ക് ഒക്കെ കഴിച്ചിട്ടാ നമ്മൾ കൊടുക്കുള്ളൂ. ഇത് 2016 മോഡൽ വണ്ടിയാ, സിംഗിൾ ഓണറിൽ. ഇതൊരു മറ്റേ പ്ലാസ്റ്റിക് ഡബ്ബ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് തൃശ്ശൂര്, അവരുടെ പേരിൽ വന്നിരുന്ന വണ്ടിയാ. ഇപ്പോഴും അവരുടെ പേരിൽ തന്നെ കിടക്കണേ. കണ്ടെയ്നർ കണ്ട, നല്ല ക്വാളിറ്റി കണ്ടെയ്നറാ. 14 അടി നീട്ടം. ഈ 6 വീലില് 14 അടിയിലുള്ള കണ്ടെയ്നറുകൾ ഇഷ്ടംമാതിരി കിട്ടും. പക്ഷെ ഈ 8 അടി ഹൈറ്റിലുള്ള കണ്ടെയ്നറുകൾ വളരെ റയർ എന്ന് പറഞ്ഞാൽ വളരെ റയറാ കിട്ടാനായിട്ട്. ഇനി ബാക്ക് ഭാഗം കൂടി ഇന്ന് പെയിന്റിങ് ഉണ്ട്. എനിക്ക് തോന്നണമെന്ന് വൈകിട്ടോട് കൂടി ഈ വണ്ടിയുടെ പെയിന്റിങ് കഴിയും. ഇന്ന് ഈ വണ്ടിയുടെ പെയിന്റിങ് വൈകിട്ടോട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ നമ്പർ എഴുത്ത്, സൗണ്ട്, ഹോണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതാനായിട്ട് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇന്റീരിയർ വാഷിന് പോകും. അത് കഴിഞ്ഞാൽ ഇലക്ട്രിക് വർക്കിന് പോകും. ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം വണ്ടി സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞ് ഷോറൂമിൽ കയറുള്ളൂ. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് അടുത്ത ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും വണ്ടി ഷോറൂമിലെത്തും. ഇത് 2016 സിംഗിൾ ഓണർ കണ്ടെയ്നർ 14 അടി. ഈ കാറ്ററിംഗുകാര്, അതേമാതിരി തന്നെ ഗുഡ്സ് പാർസൽ സർവീസുകാര്, ഇവർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് വണ്ടിയാണ്. നല്ല മൈലേജ്, പിന്നെ ലോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് പോകും. ഇത് 2017 മോഡൽ ലൈലന്റ് ബോക്സിന്റെ ഗുരു എന്ന് പറഞ്ഞ വണ്ടിയാ. ഇത് 3 സിലിണ്ടർ വണ്ടിയാ. മെയിൻ ആയിട്ട് ഇത് ഇറങ്ങിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജിന് വേണ്ടിയിട്ടാണ് വണ്ടി ഇത് ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കുന്നത്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാ. പിന്നെ 20 അടി നീട്ടം കണ്ടെയ്നർ ബോഡി. ഇതിപ്പോ പെയിന്റിങ്ങിന് കയറിയ വണ്ടി, സിംഗിൾ ഓണർ ഒരു കമ്പനിയുടെ പേരിൽ കിടക്കുന്ന വണ്ടിയാ. ആലുവയില് KL7 എറണാകുളം തന്നെ രജിസ്ട്രേഷൻ വണ്ടിയാ. ഇത് നമുക്ക് ഫുള്ള് പെയിന്റിങ് കഴിച്ച് ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാം പുത്തൻ പേപ്പർ എടുത്ത് വണ്ടി പുത്തൻ വണ്ടി മര്യാദക്കിട്ട് നമുക്ക് ഈ വണ്ടി ഫൈനല് നമുക്കൊരു 8.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് 2017 മോഡൽ നല്ല ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ 20 അടി കണ്ടെയ്നർ വണ്ടി. ഈ പാർസലോട്ടക്കാര്, അതേമാതിരി തന്നെ ഗുഡ്സ് സർവീസ് അങ്ങനെയൊക്കെ ഉള്ളവര്, അതുമാതിരി കോൺട്രാക്ട് ബേസിൽ ഓടുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയാ. നല്ല വണ്ടിയാ. ഒരു ഭാഗം പോലും നമ്മൾ പണിയാത്തത് ഉണ്ടാവില്ല. ഇങ്ങനെ കിടക്കണ കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ഇത് വണ്ടി വർക്ക്ഷോപ്പിലാണ്. അത് ഞാൻ എന്താ വർക്ക്ഷോപ്പിലത്തെ വണ്ടി കാണിച്ചു തരുന്ന വെച്ചാൽ ഒരു ഡീലറും ഒരു വണ്ടിയും വർക്ക്ഷോപ്പിൽ കാണിച്ചു തരില്ല. നമ്മൾ ഈ വണ്ടികൾ കാണിച്ചു തരുന്നത്, നമ്മളൊരു വണ്ടിക്ക് കള്ളത്തരം ചെയ്യേ, അല്ലെങ്കിൽ പുട്ടിട്ടിട്ട് അടിയേ, അല്ലെങ്കിൽ ഒരു പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് ചെയ്യുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കാരണം ആ വണ്ടികളെല്ലാതും അതിന്റെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അത് കംപ്ലീറ്റ് തീർത്തിട്ട്, ഇപ്പൊ പാച്ച് വർക്ക് തീർത്ത് വണ്ടി പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നശിക്കാനൊന്നും പോകില്ലല്ലോ, വണ്ടിക്ക് അതിന് ക്വാളിറ്റി കൂടുള്ളൂ. അപ്പൊ വണ്ടികൾ ഫുള്ള്, പിന്നെ നമ്മള് കണ്ടെത്താണ്ട് നമ്മള് കാണാണ്ട് കുറെ ഭാഗങ്ങളുണ്ടാവും. ഇപ്പൊ ഈ വർക്ക് നടക്കണതിന്റെ ഇടയിൽ ഫുള്ള് പാച്ച് വർക്ക് ചെയ്തു, പെയിന്റിങ് കഴിഞ്ഞു, ഇലക്ട്രിക് വർക്ക് കഴിഞ്ഞു, ഒക്കെ ചെയ്താലും ചിലപ്പോ ഇനിയിപ്പോ മൈന്യൂട്ട് നമ്മൾ വല്ല കാണാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചു തരിക, അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ നമ്മൾ അത് ചെയ്തും തരും. ഇപ്പൊ നമ്മൾ ഇത്ര നേരം നിന്നിട്ട് ഈ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, ഇവിടെ വണ്ടികൾ പണിതു കാര്യങ്ങളൊക്കെ ഞാൻ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഇത്രയും കാലം എനിക്ക് തോന്നുന്ന ഒരു 1.5 കൊല്ലായിട്ട് ഞാൻ തന്നെ ഈ വണ്ടികൾ പണിയിന്, ഈ വണ്ടികൾ ഇന്നത് പണിതു എന്ന് പറയുമ്പോ അതിലൊരു ഒറിജിനാലിറ്റി ഉണ്ട്. കാരണം നമ്മൾ പണിയിപ്പിക്കുന്ന വണ്ടികളാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നില് വണ്ടി പണിയിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ കൂടെ ഞാൻ തുടങ്ങിയ കാലം തൊട്ട് എന്റെ കൂടെ നിൽക്കണ സജീവ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അവരാണ് ഇത് വണ്ടികൾ കംപ്ലീറ്റ് പണിതുകൊണ്ടിരിക്കുന്നതും വണ്ടികളുടെ ക്വാളിറ്റി. പിന്നെ ഞാൻ എന്നോടൊന്നും ചോദിച്ചിട്ടല്ല അവൻ വണ്ടികൾ പണിയുന്നത്, അവന്റെ യുക്തിക്ക് അനുസരിച്ചിട്ട് വണ്ടികൾ പണിയും. അപ്പൊ ഒരു കള്ളത്തരോ അല്ലെങ്കിൽ അതില് പാച്ച് വെച്ച് ഒട്ടിക്കുക, പുട്ടിയിട്ടിട്ട് അടിക്കുക, ആ വക പരിപാടികളൊന്നും അവൻ ചെയ്യില്ല.
പിന്നെ അത്രയും ജെന്യൂനിറ്റിയിലാവാൻ പോകുള്ളൂ. ഇനി ഈ വണ്ടി ഇപ്പൊ ഫുള്ളായിട്ട് എങ്ങനെയാ വന്നേന്നുള്ളതും ഈ വണ്ടി ഇപ്പൊ എന്തൊക്കെ പണിതു എന്നുള്ളതും അവനോട് തന്നെ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സജീബേ ഇവരാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ മെയിൻ സാരഥി. അപ്പൊ ഇനി ഇവനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. നമ്മളിപ്പോ ഈ വണ്ടി വന്നപ്പോ ഇതിന്റെ ബോഡി കംപ്ലീറ്റ് ഔട്ടായിരുന്നു. ഈ വണ്ടി വന്നപ്പോ ഇതിന്റെ ബോഡി കംപ്ലീറ്റ് ഔട്ടായിരുന്നു. അതുപോലെ കുറച്ച് പ്ലാറ്റ്ഫോമിന്റെ പാച്ച് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ സർവീസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പാച്ച് വർക്കിന് കയറ്റും. എന്നിട്ട് ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ പണി കഴിച്ച് ബോഡി ചെയ്ത്, പിന്നെ ഇതിന്റെ നിങ്ങൾക്ക് വണ്ടി നോക്കിയാൽ അറിയാം, അതിന്റെ ബാക്ക് ഡോറ് കാര്യങ്ങള് എല്ലാം ലെവലടിച്ച് കംപ്ലീറ്റ് പെയിന്റ് ചെയ്തു. ഇപ്പൊ പെയിന്റിങ് കഴിഞ്ഞേക്കാണ്. നമ്പർ ഇത് കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി 2 നമ്പർ ബോർഡ് മേടിച്ച് വയ്ക്കുക. ഇത് കഴിഞ്ഞ് വണ്ടി ഇനി ഇവിടുന്ന് നേരെ പോണത് ഇപ്പൊ ഇലക്ട്രിക്കലും കഴിഞ്ഞു. അതിന് നേരെ പോണത് ഇനി മെക്കാനിക്കൽ ചെയ്യാനായിട്ടാ. മെക്കാനിക്കലിൽ എന്തെങ്കിലും ഓയിൽ ചേഞ്ചോ കാര്യങ്ങളോ എന്തെങ്കിലും അപ്ഗ്രീസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ വർക്കിന് വരും. സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫിനിഷിങ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഒരു വണ്ടി ഇന്നലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വണ്ടിയുടെ കോലം നിങ്ങൾ ഒന്ന് കണ്ടുനോക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരു 20-25 ദിവസം കഴിയുമ്പോഴത്തേനും ആ വണ്ടിയുടെ പണി കഴിഞ്ഞ് ഇറങ്ങും. അപ്പൊ ആ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും മാറും. ഈ വണ്ടി വന്നാൽ ഈ വണ്ടിക്ക് ഒരുപാട് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി വന്നു, സർവീസ് പോലും ചെയ്തിട്ടില്ല. ഇതിന് നേരെ പാച്ച് വർക്കിന് കയറ്റാണ്. അപ്പൊ പാച്ച് വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ കൊണ്ട് സർവീസ് ചെയ്ത് അണ്ടർകോട്ട് പെയിന്റ് അടിച്ച് നേരെ പെയിന്റിങ്ങിന് കയറും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മെക്കാനിക്കൽ കാര്യങ്ങൾക്ക് ഈ വണ്ടി പോകുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അതെ കാണാലോ. ഇത് നോക്കിക്കോ. ഇപ്പൊ പാച്ച് വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ട ഇതിന്റെ അടിയിൽ ഇതൊക്കെ പോയി എടുക്കാം. ഇതിപ്പോ നാളെ ഈ വണ്ടി പൊളിക്കും. നാളെ നിങ്ങൾക്ക് വന്നാൽ മനസ്സിലാവും. ഈ വണ്ടി പൊളിച്ച് ഇതിന്റെ കംപ്ലീറ്റ് ഈ സാധനങ്ങൾ ഫുള്ള് ചാനലിട്ട് പണിത് ഈ ലെവലിട്ട് ഇതിന്റെ മുകളിൽ ആംഗ്ലെയർ ഇട്ട് ബലപ്പെടുത്തും. പിന്നെ പ്ലാറ്റ്ഫോം നോക്കിക്കോ. പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ നോക്കിയാ ഈ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് പൊളിക്കും, പുതിയ ഷീറ്റ് അടിക്കും. പിന്നെ ബാക്ക് ഡോറ് ഈ വണ്ടി തന്നെ മാറുന്നു. ഈ വണ്ടി പുത്തൻ വണ്ടിയുടെ ലുക്കിലേക്ക് വരും. കംപ്ലീറ്റ് പെയിന്റ് അടിച്ച് ഈ ഡോറിന്റെ ഡെന്റ് എല്ലാം മാറ്റും. എല്ലാം മാറ്റി ഞാൻ പറഞ്ഞില്ലേ, സർവീസ് വരെ ചെയ്തിട്ടില്ല വണ്ടി. ഇതിപ്പോ ഇന്നലെ വന്ന് ആ കോലത്തിനാണ് നിൽക്കണതാ. കഴിഞ്ഞ് ഫസ്റ്റ് ഇപ്പൊ പൊളിക്കാൻ ഇപ്പൊ കയറ്റി വരും. അവിടെ വർഷോപ്പിൽ വണ്ടി ഇപ്പൊ നമ്മുടെ വണ്ടി ഇറങ്ങാണ്ട്, പാച്ച് വർക്ക് കഴിഞ്ഞൊരു വണ്ടി ഇറങ്ങാണ്ട്. അത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ വണ്ടി കയറ്റും. ഇനി വേണമെങ്കിൽ ഒരു വണ്ടി പാച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ കാണാം. പിന്നെ ഒരു ഭാരത് ബെൻസ് പെയിന്റിങ്ങിന് വെച്ചിട്ടുണ്ട്. വണ്ടി വന്നിട്ട് ആകെ മോശമല്ല. ചില വണ്ടി ക്വാളിറ്റിയോടുകൂടി വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഈ വണ്ടി നമ്മുടെ ഈ ഭാരത് ബെൻസ് ഇതിന്റെ പാച്ച് വർക്ക് കഴിഞ്ഞു. കംപ്ലീറ്റ് പുട്ടിയിടാനുള്ളടത്ത് പുട്ടിയിട്ട് ഈ പുട്ടിയുടെ മുകളിൽ NC പുട്ടി ഇടും. NC പുട്ടിയിട്ട് കാറുകൾ അടിക്കുന്ന പറ്റുന്ന NC പുട്ടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ വണ്ടി പെയിന്റ് ചെയ്യുള്ളൂ. ഇത് പെയിന്റ് ചെയ്യാനുള്ളതാ. ഇത് നാളെ പെയിന്റിങ് കയറും വണ്ടി. അത് PU പെയിന്റ് മേടിച്ചടിക്കണേ. നമ്മൾ ലോക്കൽ പെയിന്റ് അങ്ങനത്തെ അല്ല. നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ ആ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും. ആ വണ്ടി പെയിന്റിങ് കണ്ടില്ലേ, കമ്പനി പെയിന്റ് മാതിരി തന്നെ. പിന്നെ നമ്മളിപ്പോ ഒരു പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന 2 വണ്ടി കാണിച്ചു തരാം. ഇത് നമ്മുടെ വണ്ടിയാ. ഇതിപ്പോ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. കണ്ട ഇതിന്റെ ബോഡി കംപ്ലീറ്റ് ഔട്ടായിരുന്നു. ആ ബോഡി കംപ്ലീറ്റ് ലെവൽ അടിച്ചു. അതുപോലെ ഇതിന്റെ ഉള്ളിൽ നോക്കിയാ ഫുള്ള് ഒട്ടിക്കൽ പരിപാടി ഒന്നുമില്ല. കംപ്ലീറ്റ് പാച്ച് എവിടെ ഉണ്ടോ അതൊക്കെ തീർത്തത്. ഇതിപ്പോ പുതിയ പീസ് ആംഗിൾ വെച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഈ ബോഡി ഔട്ടായി എന്ന് പറഞ്ഞത് കണ്ട, ഈ ബോഡി ഔട്ടായ ഭാഗം അങ്ങോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് 3 ഇഞ്ചോളം പുറത്തേക്ക് ഔട്ടായി നിൽക്കായിരുന്നു ഇതിന്റെ ബോഡി. അത് കംപ്ലീറ്റ് നമ്മള് ഈ ഇവിടെ നിന്ന് തുടങ്ങി ചൂടാക്കി കംപ്ലീറ്റ് ഉള്ളിലേക്ക് വലിച്ചേക്കെ. ഇതിന്റെ അടിഭാഗം നോക്കിയാടെ കണ്ട, ഉള്ളിൽ മാത്രമല്ല പീസ് വെക്കണേന്ന്, നമ്മളാ ഉള്ളിൽ വെക്കണ അതേമാതിരി തന്നെ അടിയിലും വെക്കും. അതിനുശേഷം അണ്ടർകോട്ട് അടിക്കും. അണ്ടർകോട്ട് അടിച്ചിട്ടാണ് ഈ സാധനം തുരുമ്പിടിച്ച് വീണ്ടും പോകും. മനസ്സിലായോ? ഈ വണ്ടി പണി കഴിഞ്ഞിറങ്ങുമ്പോൾ ചേട്ടൻ തന്നെ വീണ്ടും വീഡിയോ ഇടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 3014 ഐഷർ കണ്ട. ഇനി ആ കിടക്കുന്നത് നമ്മുടെ വണ്ടിയാ. ആ വൈറ്റ് ടാറ്റ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിന്റെ ഡോറ് കാര്യങ്ങള് 2 ഡോർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിന്റെ പണികൾ കഴിഞ്ഞു. മൺകാടിന്റെ പണി ഉണ്ടായി, അത് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഈ വണ്ടി സർവീസ് ചെയ്തിട്ടില്ല.
ഇവിടുന്ന് ഇനി ഇത് ഇറങ്ങിയിട്ട് നേരെ സർവീസ് സ്റ്റേഷനിലേക്കാ. അതോടൊപ്പം 2 ടയർ മേടിച്ചിടാണ്ട് അത് മേടിച്ചിടും. അതിനുശേഷം പെയിന്റിങ്ങിന് വരുള്ളൂ ഈ വണ്ടി.